إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 76-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. യുദ്ധം നടത്തുന്ന സമയത്ത് രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടാകുക. ഒന്ന് വിശ്വാസികളും വേറൊന്ന് അവിശ്വാസികളും. അവർ തമ്മിലായിരുന്നു അന്നത്തെ യുദ്ധമൊക്കെയും നടന്നത്. അല്ലദീന ആമനു, നോക്കൂ നിങ്ങൾ, യാതൊരു കൂട്ടർ ആമനു വിശ്വസിച്ചവർ, യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ യുദ്ധം ചെയ്യുന്നു. വിശ്വാസികൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അതേസമയം നോക്കൂ നിങ്ങൾ, വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ, യുഖാതിലൂന ഫീ സബീലിൽ താഗൂത്ത്, അവർ താഗൂത്തിന്റെ മാർഗ്ഗത്തിൽ, ദുർമൂർത്തികളുടെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ അല്ലാഹുവേതര ശക്തികളെയും വ്യക്തികളെയും അങ്ങനെയുള്ള സിദ്ധങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് ആരാധനാ വഴിപാടുകൾ അർപ്പിക്കുന്ന മുശ്രിക്കീങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കൾക്കും ശക്തികൾക്കും വ്യക്തികൾക്കും ശക്തികൾക്കും പറയുന്ന ഒരു പൊതുവായ പേരാണ് താഗൂത്ത്. അങ്ങനെയുള്ള താഗൂത്തിന്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഫഖാതിലു, എന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ, ഔലിയാ അശ്ശൈത്വാനി, പിശാചിന്റെ ബന്ധുമിത്രങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ അവിശ്വാസികൾ, നോക്കൂ മുസ്ലിമീങ്ങളോട് കടുത്ത ശത്രുത വച്ചു പുലർത്തുന്ന ആ അവിശ്വാസികൾ, ആ രൂപത്തിലുള്ള അവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുന്ന അവർ പിശാചിന്റെ മിത്രങ്ങളാകുന്നു എന്നാണ്. അതുകൊണ്ട് ആ പിശാചിന്റെ മിത്രങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുവീനെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത്. ഇന്ന കൈദ ശൈത്വാൻ, ആ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് നിശ്ചയമായും കാന ലഈഫ, അത് ദുർബലമാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ആ പിശാചിന്റെ തന്ത്രം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, അത് അങ്ങേയറ്റം ദുർബലമാകുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ സംഘം ചേർന്നുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യുവീൻ, നിങ്ങൾ തന്നെ വിജയിക്കും, നിങ്ങൾക്കാണ് അന്തിമ വിജയം ഉണ്ടാകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നൽകുന്ന സൂചന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.